തേഴ്സ്ഡേ മോർണിംഗ് രാവിലത്തെ കാപ്പൂടിയും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം സിറ്റ് ഔട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞ് ഇറങ്ങിയിരുന്നപ്പോഴത്തേക്കാണ് പച്ചക്കറിയൊക്കെ ബൈക്കിൽ കൊണ്ടുവെക്കുന്ന ഒരാൾ ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ആളുടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു. അപ്പോൾ തോരനുള്ള ഐറ്റംസ്, ഇതുപോലെ തക്കാളി, ഇങ്ങനെയുള്ള അച്ചാറിടുന്ന മാങ്ങ, നാരങ്ങ ഇങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. പിന്നെ പപ്പടം, കരിപ്പട്ടി, ചോളം, അങ്ങനെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവരുന്ന ഒരാളാണ്. ബൈക്കിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ആൾ വരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ സാധനങ്ങൾ ഇതുപോലെ തീരുന്നതിനനുസരിച്ചൊക്കെ മേടിക്കാറുണ്ട്. അപ്പം നാടൻ തക്കാളിയും അച്ചാറിനുള്ള സാധനവും മേടിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോഴത്തേക്കും ഇതല്ല നാടൻ തക്കാളി എന്നാണ് ആൾ പറഞ്ഞത്. ഇതുപോലെ ഇരിക്കുന്ന വേറെ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ തക്കാളിയാണ്. അപ്പോൾ ഇത്രയും ദൂരം കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി ചീത്തയായി കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കില്ല, അവർക്ക് നഷ്ടം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അപ്പോഴാണ് അറിയുന്നത് ഇതല്ല നാടൻ തക്കാളി, വേറൊരു തക്കാളിയാണ് നാടൻ തക്കാളി എന്നുള്ളത്. പിന്നെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് കാണാനും പറ്റും, നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റും. നല്ലൊരു ബോക്സാണ്. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയും കൊള്ളും. പിന്നെ ഞാൻ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പം നാരങ്ങ അച്ചാർ തീർന്നതിന് ശേഷം നെല്ലിക്ക ഇടാമെന്ന് പറഞ്ഞ് കഴുകി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആളുടെ അടുത്തുനിന്ന് ഒരു പപ്പടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പടം ഒന്ന് മുൻപ് ഞാൻ മേടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്നത് പോലെ അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പപ്പടമല്ല, കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വറുത്തൊക്കെ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് അങ്ങനെ കുതിർന്ന് പോവത്തില്ല, കുറേ നേരം ഇരിക്കും. മാത്രമല്ല അതിലിങ്ങനെ ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്, കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ടിരിക്കും കഴിക്കാൻ, എങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.